ഈ കാണുന്ന ബോർഡ് മാംഗോമെഡാസിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നതാണ്. ഇതിൽ പറയുന്നത് നിങ്ങളൊരു വാട്ടർ തീം പാർക്കാണ് എക്സ്പെക്റ്റ് ചെയ്തു വരുന്നതെങ്കിൽ ദയവായി മടങ്ങിപ്പോവുക എന്നാണ്. അത് സത്യമാണ്. ഇതൊരു അഗ്രികൾച്ചറൽ പാർക്കാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ അഗ്രികൾച്ചറൽ പാർക്കാണെന്ന് നമുക്ക് അവകാശപ്പെടാവുന്ന ഒരു പ്ലേസാണിത്. ഏകദേശം 30 ഏക്കറിലാണ് മാംഗോമെഡോസ് പരന്നു കിടക്കുന്നത്. 4500-ലധികം വരുന്ന സസ്യസമ്പത്തും ഇവിടെയുണ്ട്. അതുകൂടാതെ തന്നെ ഏകദേശം 22ഓളം കോട്ടേജുകളും പലതരം ആക്ടിവിറ്റികളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരെ നടന്നെത്തുന്നത് ഈ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. ടിക്കറ്റ് കൗണ്ടറിൽ നമുക്ക് പാസ് എടുക്കണം. 400 രൂപയാണ് ഒരാൾക്കുള്ള പാസ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് ഈ പ്ലേസ് മുഴുവൻ കാണാനായിട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ പറയുക ഒരു റിക്ഷ ബുക്ക് ചെയ്യാനാണ്. കാരണം റിക്ഷയ്ക്ക് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. പക്ഷേ അരമണിക്കൂർ കൊണ്ട് എൻ്റയർ പാർക്ക് അവർ നമുക്ക് കാണിച്ചു തരും. നമ്മൾ റിക്ഷ റൈഡ് എടുത്തതുകൊണ്ട് തന്നെ ഒരു ഗൈഡ് റിക്ഷയുമായി വന്നു. ഇവിടുത്തെ വാഹനങ്ങളെല്ലാം തന്നെ പ്രകൃതിയോടിണങ്ങി നിൽക്കുന്നവയാണ്. ഈ വെഹിക്കിൾസാണ് കൂടുതലായും ഇവർ യൂസ് ചെയ്യുന്നത്. പിന്നീട് കുറച്ച് സൈക്കിളുകളും സൈക്കിൾ ഗോകാർട്ടുകളും ഉണ്ട്. ഇവിടുത്തെ ഈ ഗൈഡ് നമ്മളെ ആദ്യം കൊണ്ടുപോയത് ഇന്ത്യയുടെ ഒരു ഭൂപടത്തിലേക്കാണ്. സിമെൻറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു മാപ്പാണിത്. ഈ മാപ്പിൽ ഓരോ സംസ്ഥാനത്തിലും ആ സംസ്ഥാനത്തിൻ്റെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരെ പോയത് ഫിഷ് ഫീഡിങ്ങിനാണ്. ഗൈഡിൻ്റെ കയ്യിൽ ഫിഷിനുള്ള ഫീഡ് ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ നമുക്ക് 20 രൂപ എക്സ്ട്രാ കൊടുത്ത് ഇവിടുന്ന് ഫീഡ് മേടിക്കാം. വളരെ നന്നായിട്ടാണ് ഈ ഗൈഡ് നമുക്കെല്ലാം പറഞ്ഞു തരുന്നത്. പിന്നീട് രസകരമായി തോന്നിയൊരു കാര്യം, നമ്മൾ ഈ നടക്കുന്ന പാതയിൽ ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് 1 രൂപ കോയിൻ കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന ഷീറ്റിൻ്റെ പാർട്ടാണ്. ഇതെങ്ങനെ ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് ലഭിക്കുന്നു എന്ന് എനിക്കറിയില്ല. അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ കുളത്തിൽ പ്രധാനമായും ആവോലിയെയാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ വെച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സ് അനുസരിച്ച് ഏകദേശം 64 തരം മത്സ്യങ്ങൾ ഇതിനുള്ളിലുണ്ട്. പക്ഷേ കൂടുതലും നമ്മൾ കാണുന്നത് കറുത്ത ആവോലിയെയും ഇടയ്ക്ക് ഓരോ വെളുത്ത ആവോലിയെയും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നല്ല രസമാണ് ഈ മീനുകളെ നോക്കി നിൽക്കാൻ. നമ്മൾ ഈ മീൻ ഫീഡ് ചെയ്യുന്നതിൻ്റെ അപ്പർ ഡെക്ക് ഇവർ യൂസ് ചെയ്യുന്നത് ഒരു സൺബാത്തിന് വേണ്ടിയിട്ടാണ്. പോകുന്ന വഴി എല്ലാം ഗൈഡ് നമുക്ക് ഓരോ മരങ്ങൾ കാണിച്ചു തരും. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയവ മാത്രം ഞാൻ കാണിക്കും. അനേകം വിത്തുകൾ അടങ്ങിയ ഔഷധ സസ്യമാണ് നീലക്കൊടുവേലി അറിയപ്പെടുന്നത്. ഇല്ലിക്കാടുകൾ ഉപ്പന്റെ കൂട്ടിയിട്ട് കിട്ടുന്ന നീലക്കൊടുവേലിയുടെ വേര് കയ്യിൽ പിടിച്ചിട്ട് എന്ത് ആഗ്രഹിച്ചാലും നടക്കുന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്. പിന്നെ ഇതിന്റെ വേര് ഒഴുക്കുള്ള വെള്ളത്തിൽ ഇടുമ്പോൾ ഒഴുക്കിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് സഞ്ചരിക്കുന്നത്. വേര് അരിടാ കാണുന്ന പ്ലാവ് കണ്ട റൗണ്ടിന്റെ ഉള്ളിൽ നിൽക്കുന്നത് അമ്മച്ചി പ്ലാവ് മാർത്താണ്ഡ വർമ്മയെന്ന് അത് പറയുന്നത്. മാർത്താണ്ഡ വർമ്മ യുദ്ധകാലത്ത് ജീവരക്ഷാർത്ഥം ഒളിച്ചിരിക്കുന്ന ഒരു പ്ലാവിന്റെ ബസ്സിലാണ്. തിരുവനന്തപുരത്താണ് ഇതിന്റെ ഒറിജിനൽ വേഷം. നമ്മൾ സ്മരണാർത്ഥ ഒരു തീമായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത്. പേര് ചക്കവിശേഷം നൽകിയിരിക്കുന്നത്. ഈ കാണുന്നത് ശിംശിബ വൃക്ഷമാണ്. രാമായണത്തിൽ രാവണൻ തട്ടിക്കൊണ്ടുപോയ സീത വിഷമിച്ചിരിക്കുന്നത് ശിംശിബ വൃക്ഷത്തിന്റെ അടിയിലാണ്. ഈ കാണുന്നതാണ് സംവിധായകന്റെ കൈ എന്നിവർ പറയുന്നത്. മാംഗോമെഡസിന്റെ ഓണറായ കുര്യൻ സാറിന്റെ കൈയുടെ ആകൃതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു നാൽപ്പാമര വഞ്ചി കാണാം. നാൽപ്പാമരമായ അത്തി, ഇത്തി, പേരാൽ, അരയാൽ എന്നിവയെ ഒരു വള്ളത്തിനകത്ത് നട്ടിരിക്കുകയാണ്. അതാണ് നാൽപ്പാമര വഞ്ചി. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഒരു ചേട്ടൻ ഇവിടെ നിന്ന് ഓടക്കുഴൽ വായിക്കുന്നുണ്ട്. നല്ല രസമാണത് കേൾക്കാൻ. കാരണം പ്രകൃതിരമണീയമായ ഈ അന്തരീക്ഷത്തിൽ ഒരു ഓടക്കുഴൽ നാദവും കൂടി ആകുമ്പോൾ തികച്ചും സമാധാനം നൽകുന്ന ഒരു അന്തരീക്ഷമാണത്. പോകുന്ന വഴി ഇവരുടെ വളരെ വിപുലമായ ഔഷധ സസ്യത്തോട്ടവും ഗൈഡ് കാണിച്ചു തരാൻ മറന്നില്ല. പിന്നീട് നമ്മൾ നേരെ പോയത് കയറുണ്ടാക്കുന്ന സെക്ഷനിലേക്കാണ്. പണ്ട് ഞാനിത് ചില വീടുകളിൽ കണ്ടിട്ടുണ്ട്, ആലപ്പുഴ ഭാഗത്തൊക്കെ. പക്ഷേ വളരെ നാളുകൾക്ക് ശേഷമാണിത് പിന്നീട് കാണുന്നത്. ചെറിയ കുട്ടികൾക്ക് എങ്ങനെയാണ് കയറുണ്ടാക്കുന്നതെന്ന് കാണാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും വളരെ നല്ലൊരു അവസരമാണ് ഇതൊരുക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ തന്നെ ഇവിടെ നിന്ന് ലഭിക്കുന്ന മുള കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളെയും നമുക്ക് കാണാം. വളരെ കൃത്യതയോടെ കളിമണ്ണ് കൊണ്ട് ചട്ടി ഉണ്ടാക്കുകയാണ് ഈ ചേട്ടൻ. പിന്നെ ഇവിടെ വേറൊരു ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ കാശടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൺപാത്രം ഉണ്ടാക്കി അത് വീട്ടിൽ കൊണ്ടുപോകാം. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ഇവിടെ എത്തണം. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാവിലെ വന്ന് നമ്മൾ ഉണ്ടാക്കുന്ന മൺപാത്രം വൈകുന്നേരം നമ്മൾ പോകാറാവുമ്പോൾ ഇവർ ഉണക്കി നല്ല കറക്റ്റായി പാക്ക് ചെയ്ത് നമുക്ക് തരും.
ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു സംഭവമാണ് കാവും കുളവും എന്ന കൺസെപ്റ്റിൽ ഇവർ ചെയ്തിരിക്കുന്ന ഒരു ആംബിയൻസ്. ഒരു കുളവും അതിനോട് ചുറ്റിപ്പറ്റി ഒരു കാവും ഇവർ മനുഷ്യനിർമ്മിതമായി ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ശരിക്കുള്ള ഒരു കാവിനടുത്തൂടെ നടക്കുന്ന അതേ ഫീൽ ഇവർ ഇവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അപ്രിഷിയേറ്റബിൾ ആണത്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ പരശുരാമൻ മഴുവെറിയുന്ന പ്രതിമ കാണാം. അവിടെ നിന്നും നേരെ പോയത് ഭക്ഷണം കഴിക്കാനാണ്. 210 രൂപയുടെ ഊണാണ് നമ്മൾ ചൂസ് ചെയ്തത്. പക്ഷേ ഉള്ള കാര്യം പറയണമല്ലോ, ഊണ് വളരെ മോശമായിരുന്നു. ഒരു 100 രൂപയുടെ ഊണ് പോലും ലഭിച്ചില്ല എന്ന് വേണം പറയാൻ. ഇവിടെ നമുക്ക് കുട്ടികളുടെ ഒരു പാർക്ക് കാണാം. 13 വയസ്സിൽ താഴെയുള്ളവർക്കാണ് ഈ പാർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക. നമ്മുടെ ഈ കാലാവസ്ഥയിലും ഇവർ ഇവിടെ ഒരു തേയിലത്തോട്ടം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു വാച്ച് ടവറും നമുക്ക് കാണാം. അവിടെ നിന്ന് നേരെ പോയാൽ പണ്ട് കാലത്ത് ജലസേചനത്തിനായി ഉപയോഗിച്ചിരുന്ന ജലചക്രം നമുക്ക് കാണാൻ സാധിക്കും. ആ ഷെഡിൽ തന്നെ പഴയ കൃഷി ഉപകരണങ്ങളും കാണാൻ സാധിക്കും. വളരെ ആയാസമാണ് ഇത് ചവിട്ടി നീക്കാൻ, പക്ഷേ നല്ല രസവുമാണ്. അവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ ശിവന്റെ പ്രതിമയുടെ അടുത്തേക്കും. അതൊരു കുളത്തിൻ്റെ നടുക്കാണ് ഈ പ്രതിമ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവിടെ കുറേ കല്ലുകൾ പാകിയിട്ടുണ്ട്. അതിലൂടെ ചുറ്റി അപ്പുറത്തെ സൈഡിലോട്ട് പോകാവുന്നതാണ്. പക്ഷെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പോകാൻ സാധിക്കില്ല. പിന്നീട് നമ്മൾ നേരെ പോയത് ഷിക്കാര ബോട്ടിങ്ങിനാണ്. ഷിക്കാര ബോട്ടിങ് ഒരു എക്സ്ട്രാ പാസ് നമ്മൾ എടുക്കണം. നമുക്ക് ബോട്ടിലൂടെ ഏകദേശം ഒരു 15 മിനിറ്റോളം ചുറ്റിക്കറങ്ങി നടക്കാം. പിന്നീട് ഇവിടെ കൊട്ടവഞ്ചിയുണ്ട്, പെഡൽ ബോട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ബോട്ടിംഗ് സർവീസുകളുണ്ട്. പിന്നെ ഏദൻ തോട്ടം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ആദത്തിൻ്റെയും ഔവയുടെയും ഒരു പ്രതിമ കാണാം. പിന്നീട് നമ്മൾ നേരെ പോകുന്നത് ഒരു പ്ലേ ഏരിയയിലോട്ടാണ്. അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ആർച്ചറി, ഷൂട്ടിങ്, അങ്ങനെ പല ആക്ടിവിറ്റീസ് ഉണ്ട്. അവിടുന്ന് നമ്മൾ നേരെ ചെന്നത് ഇവിടുത്തെ പഴയ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചായക്കടയിലേക്കാണ്. 2 ചായ ഓർഡർ ചെയ്തു. തരക്കേടില്ലാത്ത ചായയായിരുന്നു കേട്ടോ. പിന്നീട് ഈ പാർക്കിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിപ്പറ്റിയ ഒരു നിർമ്മിതിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ ശില്പം. ഇതിന് ചുറ്റും ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചെടികൾ കൊണ്ട് തന്നെയാണ്. അതിനോട് തൊട്ടടുത്ത് തന്നെ ലോകത്തിലെ ആദ്യത്തെ തീം ബേസ്ഡ് ATMവും നമുക്ക് കാണാം. ഇവിടെ കാണുന്ന ഭൂരിഭാഗം ചെടികളുടെയും ചെറിയ തൈകൾ നമുക്ക് ഇവിടുത്തെ നഴ്സറികളിൽ നിന്നും കളക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കരകൗശല വസ്തുക്കളും ഇവരുടെ ഷോപ്പുകളിൽ ലഭ്യമാണ്. ഇത്രയുമാണ് മാംഗോ മെഡോസിൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ഗുഡ് ബൈ.